ഇനിയിപ്പോൾ ടോമി പറഞ്ഞ വാർത്തയിലേക്ക് നമുക്ക് പോകാം. അതിപ്പോൾ ഈ പറഞ്ഞ സാധനമാണ്. നമ്മളുടെ വാഷിങ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ പറഞ്ഞത് ഗാസ ഫെർട്ടിലിറ്റി ഡേറ്റ ഹാസ് ബിക്കം കംപ്ലീറ്റ്ലി അൺറിലയബിൾ എന്ന് റിപ്പോർട്ട് ചെയ്യാണ്. ഇതല്ല ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഇതിനെക്കുറിച്ച്. ഇതിലേതാണ് പറയേണ്ടത് ഭാഗം? അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഇവരുടെ ഡെത്ത് ഏതാണ്ട് 60,000 എന്നുള്ള ഡെത്ത് അതിൽ അൺറിലയബിൾ ആണ്. ഇതിൻ്റെ അകത്ത് ഈ കൊടുത്തിരിക്കുന്ന ചാർട്ട് നോക്കിക്കോളൂ. ആദ്യം പറഞ്ഞിരിക്കുന്നത് 70% മരിച്ചവരിൽ 70% പേര് സ്ത്രീകളും കുട്ടികളും ആണെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് അതങ്ങ് താഴോട്ട് വന്നിട്ട് സ്ത്രീകളുടെ 40% ഇതായി വന്നിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അത്രയും ഈ കണക്കിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളുണ്ടെന്ന് പിന്നെ കാണിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അവരത് താഴോട്ട് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഈ കണക്കുകൾ നല്ലത് ഫ്ലോഡാണ്. പിന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കുറെ ആളുകളുടെ പ്രായം, അതായത് കുട്ടികളാക്കാൻ വേണ്ടിയിട്ട് 22 വയസ്സുള്ളവരൊക്കെ മരിച്ചു കഴിയുമ്പം അതിന്റെ ഈ 1-2 വെട്ടിക്കളയും, എന്നിട്ട് 2 വയസ്സ്, അങ്ങനെയാണ് കുട്ടികളുടെ കണക്ക് വളരെ കൂടുതലാക്കി കാണിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് എഴുതി വെച്ചിരിക്കുന്ന കണക്കിൻ്റെ അകത്തുനിന്ന് 3400 പേരുടെ കണക്ക് അവർ പിന്നീട് അവരുടെ പേരെടുത്ത് മാറ്റി. കാരണം അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും പേരെ അവരുടെ ലിസ്റ്റിന്റെ അകത്ത് നിന്ന് എടുത്തു മാറ്റി. പക്ഷെ എടുത്തു മാറ്റിയത് അവരാണ് എടുത്തു മാറ്റിയത്, നമ്മുടെ മാധ്യമങ്ങൾ അതറിഞ്ഞിട്ടില്ല, അവരെടുത്തു മാറ്റുന്നുമില്ല. യെസ്, ഇതിലിപ്പോൾ ഈ ഫെർട്ടിലിറ്റി ഡെമോഗ്രാഫിക്സ് ബൈ മെത്തഡോളജി അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ മീഡിയ റിപ്പോർട്ട് വെച്ചുകൊണ്ട് കണക്ക് വെക്കുന്നതും അതുപോലെ തന്നെ കളക്ഷൻ സിസ്റ്റം വെച്ചുകൊണ്ട് ആ മെത്തഡോളജി തമ്മിലുള്ള കമ്പാരിസണാണ് ഇവിടെ കാണുന്നത്. അതായത് ഡെസ്പൈറ്റ് നോൺ പ്രോബ്ലംസ് വിത്ത് ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സെൻട്രൽ കളക്ഷൻ സിസ്റ്റം, it is the more reliable methodology because it involves identity verification and counting of actual bodies. Media reports, by contrast, are much more difficult to verify, regularly lack details necessary to determine the identities or disposition of those killed, and may double count or miss many fatalities. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ എണ്ണമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേറ്റഡ് ആയിട്ട് കാണാൻ കഴിയുക. ഇതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതായത് 15% കുട്ടികൾ സെൻട്രൽ കളക്ഷൻ സിസ്റ്റം വെച്ചിട്ട് കാണുന്നിടത്ത് മീഡിയയിലൂടെ വരുന്നത് 62%. ഇതാണ് റഫായിട്ട് പറഞ്ഞാൽ. ഈ വാർത്ത ഞാൻ ആരിഫിന് എങ്ങനെ അയച്ചത്? വാട്സാപ്പിലല്ലേ അയച്ചത്? അതെ. അപ്പൊ അതാണ് വാട്സാപ്പിലൂടെ കിട്ടിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, വാട്സാപ്പിലൂടെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനുള്ള ഒരു മീഡിയം മാത്രമാണ്. അതിൻ്റെ അകത്തോടെ നല്ല ഓതന്റിക് ആയിട്ടുള്ള സോഴ്സ് വായിക്കാം, അല്ലാത്തതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അത് മറ്റേ പ്രാവിന്റെ കാലിൽ കെട്ടിയിട്ട് എനിക്ക് അയച്ചു നോക്കി, എന്നാൽ അത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു.